ഹായ് വെൽക്കം ടു ദ വീഡിയോ. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ 2024 മെയ് മാസം KSRTC ചാർട്ട് ചെയ്തിരിക്കുന്ന ടൂർ പാക്കേജുകളെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. ഈ വീഡിയോയ്ക്കകത്ത് എല്ലാ ഡിപ്പോയിൽ നിന്നുള്ള മിക്കവാറും KSRTC ചാർട്ട് ചെയ്തിരിക്കുന്ന എല്ലാ ഡിപ്പോയിൽ നിന്നുള്ള പാക്കേജസ് നോക്കി പോകുന്നുണ്ട്. അപ്പം നിങ്ങൾ മെയ് മാസം വെക്കേഷൻ ടൈമിൽ ഒരു ടൂർ ചാർട്ട് ചെയ്യുകയാണെങ്കിൽ ഈ കാലണ്ടർ അനുസരിച്ച് ഏത് ഡിപ്പോ ആണ് നിങ്ങളുടെ നിയർ ബൈ ആയിട്ടുള്ളത് നോക്കുക. അവിടുന്ന് നിങ്ങൾക്ക് ഈ പറയുന്ന പാക്കേജ് കണക്ട് ചെയ്ത് പോകാൻ പറ്റുമോ നോക്കുക. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. പിന്നെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്യൂച്ചറിലും KSRTC റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഈ ചാനലിൽ കൂടി ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. ട്രിപ്പ് ഷെഡ്യൂൾസും പിന്നെ അപ്ഡേറ്റ്സും എല്ലാം ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. മെയ് 1 എടത്വ ഡിപ്പോയിൽ നിന്ന് ട്രിവാൻഡ്രത്തേക്കുള്ള സ്ഥലങ്ങളിലേക്കാണ്. ട്രിവാൻഡ്രം മെയിനായിട്ട് ടെമ്പിൾസ് ആണ് ഫോക്കസ് ചെയ്യുന്നത്. ഫാസ്റ്റ് പാസഞ്ചർ ബസ്സാണ്. 50 സീറ്റാണ് നിലവിൽ ചാർട്ട് ചെയ്തിരിക്കുന്നത്. മെയ് 1 തന്നെ അടുത്ത ട്രിപ്പ് സുൽത്താൻ ബത്തേരിയിൽ നിന്ന് ജംഗിൾ സഫാരി വയനാടിലേക്ക് ജംഗിൾ സഫാരി ട്രിപ്പാണ്. പിന്നെ കൊല്ലം ഡിപ്പോയിൽ നിന്ന് ഇലവിഴ പൂഞ്ചിറ ട്രിപ്പാണ് വീണ്ടും ചാർട്ട് ചെയ്തിരിക്കുന്നത്. സൂപ്പർ ഡീലക്സ് ബസ്സാണ്. 39 പേരാണ്. മെയ് 1 അടുത്ത ട്രിപ്പ് എന്ന് പറയുന്നത് ആലപ്പുഴയിൽ നിന്ന് മലക്കപ്പാറയിലേക്കാണ്. ഹരിപ്പാട് നിന്ന് ട്രിവാൻഡ്രം ഡിപ്പോയിലേക്ക് ചാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാനിത് നിങ്ങൾ ഇതിനകത്ത് തന്നെ ഒന്ന് നോക്കുക. ഞാൻ എല്ലാം പറഞ്ഞു പോകുന്നില്ല. ഡിപ്പോയുടെ പേരും ഏത് പാക്കേജ് ആണെന്ന് മാത്രമേ പറയുന്നുള്ളൂ. അതിൻ്റെ ബസ് ടൈപ്പും എത്ര സീറ്റ്സ് ആണ് ഷെഡ്യൂൾ ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം ഹരിപ്പാട് ഡിപ്പോയിൽ നിന്ന് ട്രിവാൻഡ്രത്തേക്കാണ് മെയ് 1 വീണ്ടും ചാർട്ട് ചെയ്തിരിക്കുന്നത്. ഹരിപ്പാട് ഡിപ്പോയിൽ നിന്ന് വാഗമൺ ട്രിപ്പ് ചാർട്ട് ചെയ്യുന്നുണ്ട്. എടത്വ ഡിപ്പോയിൽ നിന്ന് ട്രിവാൻഡ്രം ടെമ്പിൾസ് കണക്ട് ചെയ്തുകൊണ്ടൊരു പാക്കേജ് ചെയ്യുന്നുണ്ട്. മാവേലിക്കര ഡിപ്പോയിൽ നിന്ന് വയനാട് പ്ലാൻ ചെയ്യുന്നുണ്ട്. സൂപ്പർ എക്സ്പ്രസ് ബസ്സാണ്. 38 സീറ്റ്സ് ആണ് ചാർട്ട് ചെയ്തിരിക്കുന്നത്. എറണാകുളം ഡിപ്പോയിൽ നിന്ന് മാമലക്കണ്ടം ട്രിപ്പ് ചാർട്ട് ചെയ്യുന്നുണ്ട്. എറണാകുളം ഡിപ്പോയിൽ വീണ്ടും 2 ബസ്സാണ് ചാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം മാമലക്കണ്ടം നമുക്കറിയാം, ഒരു യുണീക്ക് എക്സ്പീരിയൻസ് കിട്ടുന്ന ഒരു ഓൾഡ് റോഡാണ്. അപ്പോൾ അത് നിങ്ങൾ എപ്പോഴും ഒരിക്കലെങ്കിലും പോകേണ്ട ഒരു സ്ഥലമാണ്. അപ്പോൾ അത് നോക്കുക. പിന്നെ നോർത്ത് പറവൂർ ഡിപ്പോയിൽ നിന്നും മാമലക്കണ്ടം ട്രിപ്പ് ചാർട്ട് ചെയ്തിട്ടുണ്ട്. ആലുവ ഡിപ്പോയിൽ നിന്ന് മാമലക്കണ്ടം മെയ് 1 ചാർട്ട് ചെയ്യുന്നുണ്ട്. അങ്കമാലി ഡിപ്പോയിൽ നിന്ന് മലക്കപ്പാറ ട്രിപ്പ് ചാർട്ട് ചെയ്തിട്ടുണ്ട്. പെരുമ്പാവൂർ ഡിപ്പോയിൽ നിന്ന് മലക്കപ്പാറ ചാർട്ട് ചെയ്തിട്ടുണ്ട്. മൂവാറ്റുപുഴ ഡിപ്പോയിൽ നിന്ന് ചതുരംഗപ്പാറ, മൂന്നാറിനടുത്തുള്ള ചതുരംഗപ്പാറയിലേക്ക് ട്രിപ്പ് ചാർട്ട് ചെയ്യുന്നുണ്ട്. പിറവം ഡിപ്പോയിൽ നിന്ന് മലക്കപ്പാറയിലേക്ക് ട്രിപ്പ് ചാർട്ട് ചെയ്തിട്ടുണ്ട്. എരുമേലി ഡിപ്പോയിൽ നിന്ന് ചതുരംഗപ്പാറ ട്രിപ്പ് ചാർട്ട് ചെയ്യുന്നുണ്ട്. തിരുവല്ല ഡിപ്പോയിൽ നിന്ന് നെഫർടിറ്റി സൂപ്പർ ഡീലക്സ് ബസ്സിൽ നെഫർടിറ്റി പാക്കേജ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. തിരുവല്ല ഡിപ്പോയിൽ നിന്ന് രാമക്കൽമേട് ട്രിപ്പ് ചാർട്ട് ചെയ്തിട്ടുണ്ട്. നോർത്ത് പറവൂർ ഡിപ്പോയിൽ നിന്ന് മാമലക്കണ്ടം ട്രിപ്പ് ചാർട്ട് ചെയ്യുന്നുണ്ട്. കൂത്താട്ടുകുളം ഡിപ്പോയിൽ നിന്ന് ഇല്ലിക്കൽ കല്ല് ഇലവീഴ പൂഞ്ചിറ കണക്ട് ചെയ്തുകൊണ്ടുള്ള പാക്കേജസ് ചാർട്ട് ചെയ്യുന്നുണ്ട്. കോതമംഗലത്ത് നിന്ന് തന്നെ മാമലക്കണ്ടം ട്രിപ്പ് ചാർട്ട് ചെയ്യുന്നുണ്ട്. ചതുരംഗപ്പാറ ട്രിപ്പുണ്ട്. വൈക്കത്തുനിന്ന് ചതുരംഗപ്പാറ ട്രിപ്പ് ചാർട്ട് ചെയ്തിട്ടുണ്ട്. നെയ്യാറ്റിൻകരയിൽ നിന്ന് പൊന്മുടി ട്രിപ്പ് ചാർട്ട് ചെയ്തിട്ടുണ്ട്. കിളിമാനൂർ ഡിപ്പോയിൽ നിന്ന് ട്രിവാൻഡ്രം പാക്കേജസ് ഉണ്ട്. തൃശ്ശൂരിൽ നിന്ന് നെല്ലിയാമ്പതി ട്രിപ്പ് ചാർട്ട് ചെയ്തിട്ടുണ്ട്. ഇത്രയാണ് മെയ് 1 ഷെഡ്യൂൾസ്. ഇനി നമുക്ക് മെയ് 2 ഷെഡ്യൂൾസ് നോക്കാം. സുൽത്താൻ ബത്തേരിയിൽ നിന്ന് വയനാട് ചാർട്ട് ചെയ്യുന്നുണ്ട്. തിരുവല്ലയിൽ നിന്ന് ഗവി, കണ്ണൂരിൽ നിന്ന് മൂന്നാർ 3-ാം തീയതിയാണ്. അപ്പോൾ 2-ാം തീയതി 2 ട്രിപ്പാണ് ചാർട്ട് ചെയ്തിരിക്കുന്നത്. ജംഗിൾ സഫാരി വയനാടും തിരുവല്ലയിൽ നിന്ന് ഗവിയും. 3-ാം തീയതി കണ്ണൂർ ഡിപ്പോയിൽ നിന്ന് മൂന്നാർ ചാർട്ട് ചെയ്തിട്ടുണ്ട്. കണ്ണൂരിൽ നിന്ന് തന്നെ വാഗമൺ വഴി മൂന്നാർ വീണ്ടും ഒരു ട്രിപ്പ് ചാർട്ട് ചെയ്തിട്ടുണ്ട്. കണ്ണൂരിൽ നിന്ന് വാഗമൺ ഒരു ട്രിപ്പ് ചാർട്ട് ചെയ്തിട്ടുണ്ട്. കണ്ണൂർ മൂന്നാർ ചെയ്തിട്ടുണ്ട്. സുൽത്താൻ ബത്തേരിയിൽ നിന്ന് ജംഗിൾ സഫാരി വയനാട് ചാർട്ട് ചെയ്തിട്ടുണ്ട്. വൈക്കത്ത് നിന്ന് വയനാട്, വെഞ്ഞാറമൂട് നിന്ന് വയനാട്. ഇത്രയാണ് 3-ാം തീയതി ഉള്ളത്. 4-ാം തീയതിയിലേക്ക് വരുമ്പോൾ മെയ് 4 സുൽത്താൻ ബത്തേരിയിൽ നിന്ന് ജംഗിൾ സഫാരി ചാർട്ട് ചെയ്തിട്ടുണ്ട്. പാപ്പനംകോട് നിന്ന് പൊന്മുടി, വൈക്കം ട്രിവാൻഡ്രം, കോഴിക്കോട് മൂന്നാർ, മാവേലിക്കര സാഗർ റാണി, എറണാകുളം കാന്തല്ലൂർ, എറണാകുളം മലക്കപ്പാറ, ആലുവ മാമലക്കണ്ടം, പെരുമ്പാവൂർ മലക്കപ്പാറ, മൂവാറ്റുപുഴ മലക്കപ്പാറ, തിരുവല്ല മൂന്നാർ, കൂത്താട്ടുകുളം ഇല്ലിക്കൽ, കോതമംഗലത്ത് നിന്ന് മാമലക്കണ്ടം, കൊട്ടാരക്കരയിൽ നിന്ന് ചതുരംഗപ്പാറ, വൈക്കത്ത് നിന്ന് അഞ്ചുരുളി, പാലയിൽ നിന്ന് നെഫർടിറ്റി, തൃശ്ശൂരിൽ നിന്ന് കാന്തല്ലൂർ,
ഇത്രയാണ് 4-ാം തീയതി ചാർട്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് 5-ാം തീയതിയുടെ നോക്കാം. മെയ് 5-ന് കണ്ണൂരിൽ നിന്ന് വയനാട്, കണ്ണൂരിൽ നിന്ന് 2 ബസ്സാണ് ചാർട്ട് ചെയ്തിരിക്കുന്നത്. വയനാട്, ഇടത്തു നിന്ന് മലക്കപ്പാറ, കണ്ണൂരിൽ നിന്ന് കോഴിക്കോട്, സുൽത്താൻ ബത്തേരിയിൽ നിന്ന് ജംഗിൾ സഫാരി വയനാട്, ചെങ്ങന്നൂർ ഡിപ്പോയിൽ നിന്ന് മാമലക്കണ്ടം, പാപ്പനംകോട് നിന്ന് കന്യാകുമാരി, കോഴിക്കോട് നിന്ന് ഗവി, കോഴിക്കോട് നിന്ന് മലക്കപ്പാറ, കോഴിക്കോട് ഉള്ള ലോക്കൽ സൈറ്റ് സീയിങ് പ്ലേസസിനെ കണക്ട് ചെയ്തുകൊണ്ടുള്ള പാക്കേജ്, കോഴിക്കോട് നിന്ന് പെരുവണ്ണാമുഴി, ആലപ്പുഴയിൽ നിന്ന് ചതുരക്കപ്പാറ, ചേർത്തലയിൽ നിന്ന് മലക്കപ്പാറ, ഹരിപ്പാട് നിന്ന് ഇലവീഴ പൂഞ്ചിറ, ഹരിപ്പാട് നിന്ന് തെന്മല, എടത്വ ഡിപ്പോയിൽ നിന്ന് മലക്കപ്പാറ, കായംകുളം ഡിപ്പോയിൽ നിന്ന് വാഗമൺ, ചെങ്ങന്നൂർ ഡിപ്പോയിൽ നിന്ന് മലക്കപ്പാറ, മാവേലിക്കര ഡിപ്പോയിൽ നിന്ന് ട്രിവാൻഡ്രം, പത്തനംതിട്ട ഡിപ്പോയിൽ നിന്ന് ട്രിവാൻഡ്രം, എറണാകുളം ഡിപ്പോയിൽ നിന്ന് രാമക്കൽമേട്, എറണാകുളത്ത് നിന്ന് തന്നെ മാമലക്കണ്ടം, നോർത്ത് പറവൂർ ഡിപ്പോയിൽ നിന്ന് മാമലക്കണ്ടം, ആലുവ ഡിപ്പോയിൽ നിന്ന് മാമലക്കണ്ടം, മലക്കപ്പാറ, അങ്കമാലിയിൽ നിന്ന് ചതുരംഗപ്പാറ, പെരുമ്പാവൂർ നിന്ന് ചതുരംഗപ്പാറ, മൂവാറ്റുപുഴ ഡിപ്പോയിൽ നിന്ന് മലക്കപ്പാറ, പൊൻകുന്നം ഡിപ്പോയിൽ നിന്ന് ചതുരംഗപ്പാറ, പിറവൻ ഡിപ്പോയിൽ നിന്ന് രാമക്കൽമേട്, ചങ്ങനാശ്ശേരിയിൽ നിന്ന് മലക്കപ്പാറ, തിരുവല്ലയിൽ നിന്ന് ചതുരംഗപ്പാറ, കൂത്താട്ടുകുളത്ത് നിന്ന് കാന്തല്ലൂർ, കോതമംഗലം ഡിപ്പോയിൽ നിന്ന് മാമലക്കണ്ടം, കോതമംഗലത്ത് നിന്ന് തന്നെ മലക്കപ്പാറ, വൈക്കത്ത് നിന്ന് മാമലക്കണ്ടം, നെയ്യാറ്റിൻകരയിൽ നിന്ന് വണ്ടർല പാക്കേജ്. ഇത്രയാണ് 5-ാം തീയതി മെയ് 5-ന് ചാർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി മെയ് 6-ന്റെ നോക്കാം. സുൽത്താൻ ബത്തേരിയിൽ നിന്ന് ജംഗിൾ സഫാരി, കണ്ണൂർ 6-ന് ഒരു ട്രിപ്പ് മാത്രമേ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളൂ. ജംഗിൾ സഫാരി വയനാടാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. ഇനി മെയ് 7-ന് നോക്കുകയാണെങ്കിൽ കണ്ണൂർ ഡിപ്പോയിൽ നിന്ന് മൂകാംബിക, ചേർത്തലയിൽ നിന്ന് നെഫർട്ടിറ്റി, ചെങ്ങന്നൂരിൽ നിന്ന് ട്രിവാൻഡ്രം, എറണാകുളത്ത് നിന്ന് മാമലക്കണ്ടം, കിളിമാനൂർ ഡിപ്പോയിൽ നിന്ന് നെഫർട്ടിറ്റി, ഇത്രയാണ് 7-ന് ചാർട്ട് ചെയ്തിരിക്കുന്നത്. മെയ് 7-ന്. അടുത്ത മെയ് 8-ന് മാവേലിക്കരയിൽ നിന്ന് മൂകാംബിക, നോർത്ത് പറവൂർ ഡിപ്പോയിൽ നിന്ന് ചതുരംഗപ്പാറ, കോതമംഗലത്ത് നിന്ന് ഇല്ലിക്കൽക്കൽ, കോതമംഗലത്ത് നിന്ന് ചതുരംഗപ്പാറ, റാന്നി ഡിപ്പോയിൽ നിന്ന് ഗവി, തിരുവല്ലയിൽ നിന്ന് ഗവി, സുൽത്താൻ ഇത്രയും 8-ാം തീയതി ചാർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി 9-നുള്ളത് സുൽത്താൻ ബത്തേരിയിൽ നിന്ന് ജംഗിൾ സഫാരി വയനാട്, കോഴിക്കോട് കുമളി, ഹരിപ്പാട് വയനാട്. ഇത്രയാണ് 9-നുള്ളത്. ഇനി 10-ന് മെയ് 10-ന് കണ്ണൂരിൽ നിന്ന് മൂന്നാർ, കണ്ണൂർ ഡിപ്പോയിൽ നിന്ന് വാഗമൺ മൂന്നാർ, കണ്ണൂരിൽ നിന്ന് ഗവി, കണ്ണൂരിൽ നിന്ന് വാഗമൺ, കണ്ണൂരിൽ നിന്ന് മൂന്നാർ, സുൽത്താൻ ബത്തേരിയിൽ നിന്ന് ജംഗിൾ സഫാരി, ചെങ്ങന്നൂരിൽ നിന്ന് വാഗമൺ, പാപ്പനംകോട് നിന്ന് അടവി പാക്കേജ്, വെള്ളർഡയിൽ നിന്ന് മൂകാംബിക, മാവേലിക്കരയിൽ നിന്ന് മൂന്നാർ, പന്തളത്ത് നിന്ന് മൂന്നാർ, കിളിമാനൂർ ഡിപ്പോയിൽ നിന്ന് മാമലക്കണ്ടം, തിരുവല്ല ഡിപ്പോയിൽ നിന്ന് ഗവി. ഇത്രയാണ് 10-നുള്ളത്. 11th മെയ്യിലേക്ക് വരുമ്പോൾ കണ്ണൂർ ഡിപ്പോയിൽ നിന്ന് ജംഗിൾ സഫാരി വയനാട്, കണ്ണൂരിൽ നിന്ന് 2 ബസ് ചാർട്ട് ചെയ്തിട്ടുണ്ട്. എടത്തുവയിൽ നിന്ന് വാഗമൺ, കൽപ്പറ്റയിൽ നിന്ന് നെഫർട്ടിറ്റി, സുൽത്താൻ ബത്തേരിയിൽ നിന്ന് ജംഗിൾ സഫാരി വയനാട്, ചെങ്ങന്നൂരിൽ നിന്ന് കാന്തല്ലൂർ, പാപ്പനംകോട് ഡിപ്പോയിൽ നിന്ന് വണ്ടർല, വൈക്കത്ത് നിന്ന് ട്രിപ്പുകൾ ചാർട്ട് ചെയ്തിട്ടുണ്ട്. കോഴിക്കോട് നിന്ന് മൂന്നാർ, കോഴിക്കോട് നിന്ന് വയനാട്, വെഞ്ഞാറമൂട് നിന്ന് മാമലക്കണ്ടം, വെഞ്ഞാറമൂട് നിന്ന് തന്നെ വാഗമണ്ണും ചാർട്ട് ചെയ്തിട്ടുണ്ട്. ആലപ്പുഴയിൽ നിന്ന് വണ്ടർല, ആലപ്പുഴയിൽ നിന്ന് വാഗമൺ ചാർട്ട് ചെയ്യുന്നുണ്ട്. ചേർത്തലയിൽ നിന്ന് വാഗമൺ, ചേർത്തലയിൽ നിന്ന് ട്രിവാൻഡ്രം പാക്കേജസ്, ഹരിപ്പാട് നിന്ന് മലക്കപ്പാറ, ഹരിപ്പാട് നിന്ന് ഇല്ലിക്കൽക്കല്ല്, എടത്തു നിന്ന് വാഗമൺ, കായംകുളത്ത് നിന്ന് വണ്ടർല, കായംകുളത്ത് നിന്ന് 2 ബസ് ചാർട്ട് ചെയ്തിട്ടുണ്ട് വണ്ടർല, ചെങ്ങന്നൂർ നിന്ന് വാഗമൺ, മാവേലിക്കരയിൽ നിന്ന് വാഗമൺ, പത്തനംതിട്ടയിൽ നിന്ന് സൂര്യാംശു, എറണാകുളത്ത് നിന്ന് ചതുരംഗപ്പാറ, എറണാകുളത്ത് നിന്ന് തന്നെ കാന്തല്ലൂർ, ആലുവയിൽ നിന്ന് മാമലക്കണ്ടം, അങ്കമാലിയിൽ നിന്ന് മാമലക്കണ്ടം, പെരുമ്പാവൂർ മലക്കപ്പാറ, മൂവാറ്റുപുഴ ചതുരംഗപ്പാറ, പൊൻകുന്നത്ത് നിന്ന് ചതുരംഗപ്പാറ, പിറവം മാമലക്കണ്ടം, എരുമേലി മലക്കപ്പാറ, തിരുവല്ലയിൽ നിന്ന് മറയൂർ, കൂത്താട്ടുകുളത്ത് നിന്ന് ഇല്ലിക്കൽക്കല്ല്, കോതമംഗലത്ത് നിന്ന് മാമലക്കണ്ടം, വൈക്കത്ത് നിന്ന് മലക്കപ്പാറ, റാന്നിയിൽ നിന്ന് മലക്കപ്പാറ, കിളിമാനൂർ നിന്ന് മലക്കപ്പാറ, തിരുവല്ലയിൽ നിന്ന് ഗവി, കണ്ണൂർ നിന്ന് വയനാട്. അത് 12-നാണ്. അപ്പൊ 11-ന് ഇത്രയും പാക്കേജസ് ആണ് ഉള്ളത്. ഇനി 12-ന് നോക്കാം. കണ്ണൂരിൽ നിന്ന് വയനാട്, 2 ബസ് ചാർട്ട് ചെയ്തിട്ടുണ്ട്. സുൽത്താൻ ബത്തേരിയിൽ നിന്ന് ജംഗിൾ സഫാരി വയനാട്, താമരശ്ശേരിയിൽ നിന്ന് നെഫർട്ടിറ്റി,
വൈക്കത്ത് നിന്ന് ചതുരംഗപ്പാറ, കോഴിക്കോട് നിന്ന് നെല്ലിയാമ്പതി, കോഴിക്കോട് നിന്ന് കോഴിക്കോട് ലോക്കൽ സൈറ്റ് സീയിങ്, കോഴിക്കോട് നിന്ന് പെരുവണ്ണാമൊഴി, വെഞ്ഞാറമൂട് നിന്ന് ഇലവീഴ പൂഞ്ചിറ, വെഞ്ഞാറമൂട് നിന്ന് മലക്കപ്പാറ, ആലപ്പുഴയിൽ നിന്ന് മാമലക്കണ്ടം, ആലപ്പുഴയിൽ നിന്ന് ട്രിവാൻഡ്രം ടെമ്പിൾസ് കണക്ട് ചെയ്തിട്ടുള്ള പാക്കേജ്, ഹരിപ്പാട് നിന്ന് പൊന്മുടി, ഹരിപ്പാട് നിന്ന് തന്നെ മാമലക്കണ്ടം, കായംകുളത്ത് നിന്ന് മാമലക്കണ്ടം, മാവേലിക്കരയിൽ നിന്ന് അടവി, പത്തനംതിട്ടയിൽ നിന്ന് ഇടുക്കി പാക്കേജ്, എറണാകുളത്ത് നിന്ന് മാമലക്കണ്ടം, എറണാകുളത്ത് നിന്ന് വാഗമൺ, നോർത്ത് പറവൂർ നിന്ന് മാമലക്കണ്ടം, ആലുവയിൽ നിന്ന് മാമലക്കണ്ടം, അങ്കമാലി ഡിപ്പോയിൽ നിന്ന് ചതുരംഗപ്പാറ, പെരുമ്പാവൂർ നിന്ന് ചതുരംഗപ്പാറ, മൂവാറ്റുപുഴയിൽ നിന്ന് മലക്കപ്പാറ, ഈരാറ്റുപേട്ടയിൽ നിന്ന് ചതുരംഗപ്പാറ, പിറവം ഡിപ്പോയിൽ നിന്ന് വട്ടവട, ചങ്ങനാശ്ശേരിയിൽ നിന്ന് ചതുരംഗപ്പാറ, തിരുവല്ല ഡിപ്പോയിൽ നിന്ന് സി അഷ്ടമുടി, കൂത്താട്ടുകുളം ഡിപ്പോയിൽ നിന്ന് മാമലക്കണ്ടം, കോതമംഗലം ഡിപ്പോയിൽ നിന്ന് മാമലക്കണ്ടം, വൈക്കത്ത് നിന്ന് ട്രിവാൻഡ്രം പാക്കേജ്, പാലയിൽ നിന്ന് മാമലക്കണ്ടം, മാള ഡിപ്പോയിൽ നിന്ന് മലക്കപ്പാറ. ഇത്രയാണ് 12-നുള്ളത്. ഇനി മെയ് 13-ന് സുൽത്താൻ ബത്തേരിയിൽ നിന്ന് ജംഗിൾ സഫാരി വയനാട്, കോഴിക്കോട് നിന്ന് മലമ്പുഴ, കോതമംഗലത്ത് നിന്ന് 13-ന് ആ ഒരു പാക്കേജേ ഉള്ളൂ. മെയ് 14-ന് കോഴിക്കോട് നിന്ന് മലമ്പുഴ, കോതമംഗലത്ത് നിന്ന് ചതുരംഗപ്പാറ, മാവേലിക്കരയിൽ നിന്ന് ഗവി, എറണാകുളത്ത് നിന്ന് മാമലക്കണ്ടം, പന്തളം ഡിപ്പോയിൽ നിന്ന് ഗവി, ചെങ്ങന്നൂരിൽ നിന്ന് ട്രിവാൻഡ്രം പാക്കേജ്. അത് 15-നാണ്. 14-ന് ഇത്രയാണ് ഉള്ളത്. ഇനി 15-ന് ചെങ്ങന്നൂരിൽ നിന്ന് ട്രിവാൻഡ്രം, വെഞ്ഞാറമൂട് നിന്ന് മണ്ണാർശാല, ഗുരുവായൂർ കണക്ട് ചെയ്തിട്ടുള്ള പാക്കേജ്, എറണാകുളത്ത് നിന്ന് കാന്തല്ലൂർ, എറണാകുളത്ത് നിന്ന് മലക്കപ്പാറ, നോർത്ത് പറവൂർ നിന്ന് മലക്കപ്പാറ, പന്തളത്ത് നിന്ന് സാഗർ റാണി, തിരുവല്ലയിൽ നിന്ന് ഗവി. ഇത്രയാണ് 15-നുള്ളത്. ഇനി മെയ് 16-ന് സുൽത്താൻ ബത്തേരിയിൽ നിന്ന് ജംഗിൾ സഫാരി വയനാട്, ഹരിപ്പാട് നിന്ന് കാന്തല്ലൂർ, ചെങ്ങന്നൂർ നിന്ന് കാന്തല്ലൂർ, മാവേലിക്കരയിൽ നിന്ന് നെഫർട്ടിറ്റി, കോതമംഗലത്ത് നിന്ന് നെഫർട്ടിറ്റി ആണ്. ഇത്രയാണ് 16-നുള്ളത്. മെയ് 17-ന് വരുമ്പോൾ കണ്ണൂർ നിന്ന് മൂന്നാർ, കണ്ണൂർ നിന്ന് വാഗമൺ മൂന്നാർ, കണ്ണൂർ നിന്ന് വാഗമൺ, കണ്ണൂർ നിന്ന് മൂന്നാർ, സുൽത്താൻ ബത്തേരിയിൽ നിന്ന് ജംഗിൾ സഫാരി വയനാട്, ചേർത്തലയിൽ നിന്ന് മാമലക്കണ്ടം. ഇത്രയാണ് 17-നുള്ളത്. മെയ് 18-ന് വരുമ്പോൾ കൽപ്പറ്റയിൽ നിന്ന് സാഗർ റാണി, സുൽത്താൻ ബത്തേരിയിൽ നിന്ന് ജംഗിൾ സഫാരി, സുൽത്താൻ ബത്തേരിയിൽ നിന്ന് നെഫർട്ടിറ്റി, ചെങ്ങന്നൂർ നിന്ന് മലക്കപ്പാറ, പാപ്പനംകോട് നിന്ന് അടവി, വൈക്കത്ത് നിന്ന് കാന്തല്ലൂർ, കോഴിക്കോട് നിന്ന് മൂന്നാർ, വെഞ്ഞാറമൂട് നിന്ന് വയനാട്, ചെങ്ങന്നൂർ നിന്ന് മാമലക്കണ്ടം, മാവേലിക്കരയിൽ നിന്ന് പൊന്മുടി, എറണാകുളത്ത് നിന്ന് രാമക്കൽമേട്, ആലുവയിൽ നിന്ന് മലക്കപ്പാറ, പെരുമ്പാവൂർ നിന്ന് മലക്കപ്പാറ, മൂവാറ്റുപുഴയിൽ നിന്ന് ചതുരംഗപ്പാറ, തിരുവല്ലയിൽ നിന്ന് വണ്ടർല, കൂത്താട്ടുകുളത്ത് നിന്ന് കാന്തല്ലൂർ, കോതമംഗലത്ത് നിന്ന് മാമലക്കണ്ടം, വൈക്കത്ത് നിന്ന് മൂന്നാർ, റാന്നിയിൽ നിന്ന് കൊച്ചി കണക്ട് ചെയ്തുകൊണ്ടുള്ള പാക്കേജ്, കിളിമാനൂരിൽ നിന്ന് ഇലവീഴ പൂഞ്ചിറ, കിളിമാനൂരിൽ നിന്ന് മൂന്നാർ. ഇത്രയാണ് 18-നുള്ളത്. ഇനി 19th മെയ് 2024 കണ്ണൂരിൽ നിന്ന് വയനാട്, കണ്ണൂരിൽ നിന്ന് വയനാട് 2 ബസ് ചാർട്ട് ചെയ്തിട്ടുണ്ട്. എടത്തു നിന്ന് ട്രിവാൻഡ്രം ടെമ്പിൾസ് കണക്ട് ചെയ്ത പാക്കേജ്, കണ്ണൂരിൽ നിന്ന് കോഴിക്കോട്, സുൽത്താൻ ബത്തേരി ജംഗിൾ സഫാരി, വൈക്കത്ത് നിന്ന് മലക്കപ്പാറ, കോഴിക്കോട് നിന്ന് മലക്കപ്പാറ, കോഴിക്കോട് ലോക്കൽ സൈറ്റ് സീയിങ്, കോഴിക്കോട് നിന്ന് വയനാട്, കോഴിക്കോട് നിന്ന് പെരുവണ്ണാമൊഴി, വെഞ്ഞാറമൂട് നിന്ന് കുമ്പാവുരുട്ടി, ആലപ്പുഴയിൽ നിന്ന് മലക്കപ്പാറ, ചേർത്തലയിൽ നിന്ന് ട്രിവാൻഡ്രം ടെമ്പിൾസ്, ഹരിപ്പാട് നിലവിഴ പൂഞ്ചിറ, എടത്തു നിന്ന് ട്രിവാൻഡ്രം, കായംകുളത്ത് നിന്ന് മലക്കപ്പാറ, ചെങ്ങന്നൂർ നിന്ന് മലക്കപ്പാറ, മാവേലിക്കരയിൽ നിന്ന് ഇലവീഴ പൂഞ്ചിറ, പത്തനംതിട്ടയിൽ നിന്ന് കന്യാകുമാരി, നോർത്ത് പറവൂർ നിന്ന് ചതുരംഗപ്പാറ, ആലുവയിൽ നിന്ന് മാമലക്കണ്ടം, അങ്കമാലിയിൽ നിന്ന് മാമലക്കണ്ടം, പെരുമ്പാവൂർ നിന്ന് ചതുരംഗപ്പാറ, മൂവാറ്റുപുഴയിൽ നിന്ന് മലക്കപ്പാറ, ഈരാറ്റുപേട്ടയിൽ നിന്ന് മലക്കപ്പാറ, പൊൻകുന്നത്ത് നിന്ന് വട്ടവട, പിറവത്ത് നിന്ന് ചതുരംഗപ്പാറ, ചങ്ങനാശ്ശേരിയിൽ നിന്ന് മാമലക്കണ്ടം, എരുമേലി ഡിപ്പോയിൽ നിന്ന് മലക്കപ്പാറ, തിരുവല്ലയിൽ നിന്ന് സൂര്യാംശു, അത് KSINCയുടെ പാക്കേജാണ്. സൂര്യാംശു എന്ന് പറഞ്ഞൊരു ബോട്ടിലുള്ളൊരു പാക്കേജാണ്. കൂത്താട്ടുകുളത്ത് നിന്ന് മലക്കപ്പാറ, വൈക്കത്ത് നിന്ന് ഇല്ലിക്കൽക്കല്ല്, കോതമംഗലത്ത് നിന്ന് ചതുരംഗപ്പാറ, പാലയിൽ നിന്ന് മലക്കപ്പാറ, കിളിമാനൂരിൽ നിന്ന് വാഗമൺ, മാള ഡിപ്പോയിൽ നിന്ന് വട്ടവട. ഇത്രയാണ് 19th ചാർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി മെയ് 20th നോക്കാം. സുൽത്താൻ ബത്തേരിയിൽ നിന്ന് ജംഗിൾ സഫാരി, കോതമംഗലത്ത് നിന്ന് മാമലക്കണ്ടം, ഇത്രയാണ് 2 ട്രിപ്പാണ് 20th 21st കണ്ണൂർ നിന്ന് മൂകാംബിക, കിളിമാനൂർ നിന്ന് അടവി പാക്കേജ്, കോതമംഗലത്ത് മാമലക്കണ്ടം പാക്കേജ്. ഇത്രയാണ് 21st 22nd വന്നിട്ട് കോഴിക്കോട് നിന്ന് മലമ്പുഴ, എറണാകുളത്ത് നിന്ന് മലക്കപ്പാറ, നോർത്ത് പറവൂർ ഡിപ്പോയിൽ നിന്ന് മാമലക്കണ്ടം, കോതമംഗലം ഡിപ്പോയിൽ നിന്ന് ഇല്ലിക്കൽക്കല്ല്,
കണ്ണൂർ ഡിപ്പോയിൽ നിന്ന് ഗവി, സുൽത്താൻ ബത്തേരി ഡിപ്പോയിൽ നിന്ന് ജംഗിൾ സഫാരി വയനാട്, എറണാകുളം ഡിപ്പോയിൽ നിന്ന് കാന്തല്ലൂർ, കിളിമാനൂർ ഡിപ്പോയിൽ നിന്ന് മൂന്നാർ സർവീസ് ഇത്രയാണ് 23rd മെയ് 24th വരുമ്പോൾ കണ്ണൂർ ഡിപ്പോയിൽ നിന്ന് മൂന്നാർ, കണ്ണൂർ ഡിപ്പോയിൽ നിന്ന് വാഗമൺ വഴി മൂന്നാർ പോകുന്ന ഒരു സർവീസ്, കണ്ണൂരിൽ നിന്ന് വാഗമൺ സർവീസ്, മൂന്നാർ സർവീസ്, സുൽത്താൻ ബത്തേരിയിൽ നിന്ന് ജംഗിൾ സഫാരി, പാപ്പനംകോട് നിന്ന് മൂന്നാർ സർവീസ്, വെഞ്ഞാറമൂട് നിന്ന് ഗുരുവായൂർ, ചെങ്ങന്നൂർ നിന്ന് നെഫർട്ടിറ്റി, കോതമംഗലത്ത് നിന്ന് മാമലക്കണ്ടം, വൈക്കം ഡിപ്പോയിൽ നിന്ന് നെഫർട്ടിറ്റി. ഇത്രയാണ് 24th 25th മെയ്യിലേക്ക് വരുമ്പം സുൽത്താൻ ബത്തേരിയിൽ നിന്ന് ജംഗിൾ സഫാരി വയനാട്, സുൽത്താൻ ബത്തേരി നെഫർട്ടിറ്റി, വൈക്കത്ത് നിന്ന് മൂന്നാർ, കോഴിക്കോട് നിന്ന് മൂന്നാർ, എറണാകുളത്ത് നിന്ന് മാമലക്കണ്ടം, ആലുവയിൽ നിന്ന് മലക്കപ്പാറ, പെരുമ്പാവൂർ നിന്ന് ചതുരംഗപ്പാറ, മൂവാറ്റുപുഴയിൽ നിന്ന് മലക്കപ്പാറ, കൂത്താട്ടുകുളത്ത് നിന്ന് കാന്തല്ലൂർ, കോതമംഗലത്ത് നിന്ന് മാമലക്കണ്ടം, വൈക്കത്ത് നിന്ന് കൊട്ടിയൂർ, പാലയിൽ നിന്ന് കൊട്ടിയൂർ, റാന്നിയിൽ നിന്ന് ഗവി, കണ്ണൂരിൽ നിന്ന് വയനാട്. അത് 26th 25th ഇത്രയാണുള്ളത്. 26th മെയ് ആകുമ്പോൾ കണ്ണൂരിൽ നിന്ന് വയനാട്, കണ്ണൂരിൽ നിന്ന് ജംഗിൾ സഫാരി, എടത്തുവയിൽ നിന്ന് മലക്കപ്പാറ, കണ്ണൂരിൽ നിന്ന് വയനാട്, സുൽത്താൻ ബത്തേരിയിൽ നിന്ന് ജംഗിൾ സഫാരി, ചെങ്ങന്നൂരിൽ നിന്ന് വാഗമൺ, വൈക്കത്ത് നിന്ന് പാക്കേജ് സ്കെഡ്യൂൾ ചെയ്തിട്ടുണ്ട്, കോഴിക്കോട് നിന്ന് നെല്ലിയാമ്പതി, കോഴിക്കോട് നിന്ന് കോഴിക്കോട് ലോക്കൽ സൈറ്റ് സീയിങ്, കോഴിക്കോട് നിന്ന് വയനാട്, കോഴിക്കോട് നിന്ന് പെരുവണ്ണാമൊഴി, വെഞ്ഞാറമൂട് നിന്ന് രാമക്കൽമേട്, ആലപ്പുഴയിൽ നിന്ന് ചതുരംഗപ്പാറ, ചേർത്തലയിൽ നിന്ന് ചതുരംഗപ്പാറ, ഹരിപ്പാട് നിന്ന് ഇലവീഴ പൂഞ്ചിറ, കായംകുളത്ത് നിന്ന് മാമലക്കണ്ടം, മാവേലിക്കരയിൽ നിന്ന് റോസ്മല, പത്തനംതിട്ട ഡിപ്പോയിൽ നിന്ന് സി അഷ്ടമുടി, എറണാകുളത്ത് നിന്ന് രാമക്കൽമേട്, എറണാകുളത്ത് നിന്ന് മലക്കപ്പാറ, നോർത്ത് പറവൂർ ഡിപ്പോയിൽ നിന്ന് മലക്കപ്പാറ, ആലുവയിൽ നിന്ന് മാമലക്കണ്ടം, അങ്കമാലിയിൽ നിന്ന് മലക്കപ്പാറ, മൂവാറ്റുപുഴയിൽ നിന്ന് ചതുരംഗപ്പാറ, ഈരാറ്റുപേട്ടയിൽ നിന്ന് ചതുരംഗപ്പാറ, പൊൻകുന്നത്ത് നിന്ന് ചതുരംഗപ്പാറ, പിറവത്ത് നിന്ന് വട്ടവട, ചങ്ങനാശ്ശേരിയിൽ നിന്ന് അടവി, തിരുവല്ല ഡിപ്പോയിൽ നിന്ന് കൊട്ടിയൂർ, എരുമേലിയിൽ നിന്ന് ചതുരംഗപ്പാറ, ഇരിങ്ങാലക്കുട ഡിപ്പോയിൽ നിന്ന് മൂന്നാർ. ഇത്രയാണ് 26th ചാർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി 27th വരുമ്പോൾ സുൽത്താൻ ബത്തേരി ജംഗിൾ സഫാരി, പാപ്പനംകോട് നിന്ന് വാഗമൺ, ചെങ്ങന്നൂരിൽ നിന്ന് വയനാട്, എറണാകുളത്ത് നിന്ന് ചതുരംഗപ്പാറ, പന്തളത്ത് നിന്ന് കൊട്ടിയൂർ, കോതമംഗലത്ത് നിന്ന് ചതുരംഗപ്പാറ. ഇത്രയാണ് 27th മെയ് 28th സുൽത്താൻ ബത്തേരിയിൽ നിന്ന് ജംഗിൾ സഫാരി, കോഴിക്കോട് നിന്ന് ഗവി, മാവേലിക്കരയിൽ നിന്ന് ഗവി, മൂവാറ്റുപുഴയിൽ നിന്ന് ചതുരംഗപ്പാറ. ഇനി 29th മെയ്യിലേക്ക് വരുമ്പോൾ സുൽത്താൻ ബത്തേരിയിൽ നിന്ന് വയനാട് ജംഗിൾ സഫാരി, നോർത്ത് പറവൂർ ഡിപ്പോയിൽ നിന്ന് മലക്കപ്പാറ, കോതമംഗലത്ത് നിന്ന് ഇല്ലിക്കൽ കല്ല്, തിരുവല്ലയിൽ നിന്ന് ഗവി ഇത്രയാണുള്ളത്. 30th മെയ്യിലേക്ക് വരുമ്പോൾ സുൽത്താൻ ബത്തേരി ജംഗിൾ സഫാരി, കിളിമാനൂർ ഡിപ്പോയിൽ നിന്ന് നെഫർട്ടിറ്റി, സുൽത്താൻ ബത്തേരി ഡിപ്പോയിൽ നിന്ന് ജംഗിൾ സഫാരി, പന്തളം ഡിപ്പോയിൽ നിന്ന് ഗവി. 31st സുൽത്താൻ ബത്തേരി ജംഗിൾ സഫാരി, പന്തളത്ത് നിന്ന് ഗവി, കോതമംഗലം ഡിപ്പോയിൽ നിന്ന് മാമലക്കണ്ടം. ഇത്രയും ട്രിപ്സാണ് നിലവിലെ KSRTC സ്കെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. ഇനിയും കൂടുതൽ ട്രിപ്പ് ചാർട്ട് ചെയ്യാനായിട്ട് KSRTC പ്ലാൻ ചെയ്യുന്നുണ്ട്. നിലവിൽ ഉള്ള ചാർട്ട് അനുസരിച്ച് ഇത്രയൊക്കെയാണ് ടെൻറ്റേറ്റീവായിട്ട് KSRTC വെക്കേഷൻ ടൈമിൽ അടുത്ത മാസത്തേക്ക് മെയ് മാസത്തേക്ക്, മെയ് 2024 മാസത്തെ 1ാം തീയതി മുതൽ 31ാം തീയതി വരെ ചാർട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടുള്ള ഡിപ്പോയിൽ വിളിച്ച് അന്വേഷിക്കുക. അവിടെ നിന്നുള്ള ട്രിപ്സ് നിങ്ങൾക്ക് ഇപ്പോൾ ഈ ചാർട്ട് നോക്കുമ്പോൾ അറിയാം ഏതൊക്കെ ഡിപ്പോയിൽ നിന്നൊക്കെ എങ്ങോട്ടൊക്കെയാണ് ചാർട്ട് ഉള്ളതെന്ന് അറിയാം. അപ്പോൾ ഇതൊരു ടെൻറ്റേറ്റീവ് ഷെഡ്യൂളാണ്. അപ്പോൾ നിങ്ങൾ അടുത്തുള്ള ഡിപ്പോ ആയിട്ട് അന്വേഷിച്ചിട്ട് നിങ്ങളുടെ ട്രിപ്സ് ചാർട്ട് ചെയ്യാം. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ഞാൻ ഈ ചാനലിൽ കൂടി ഷെയർ ചെയ്യാം. അത്യാവശ്യം നമുക്ക് അറിയേണ്ട കാര്യങ്ങൾ ഷെയർ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കും അതൊരു പ്രയോജനമാവും. അപ്പോൾ നിങ്ങൾ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.